ഇന്ന് പഠിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫെയർ ടോപ്പിക്കാണ്. വി.എസ്. അച്യുതാനന്ദനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ വി.എസ്. അച്യുതാനന്ദൻ ജനനം എന്ന് പറയുന്നത് 1923 ഒക്ടോബർ 20 എന്നാണ്. 1920 ഒക്ടോബർ 20 ആലപ്പുഴയിലെ പുന്നപ്രയിൽ. മരണം 2025 ജൂലൈ 21. 1938 സ്റ്റേറ്റ് കോൺഗ്രസ് അംഗമായി രാഷ്ട്രീയ പ്രവേശനം. അപ്പോൾ സ്റ്റേറ്റ് കോൺഗ്രസ് അംഗമായി രാഷ്ട്രീയ പ്രവേശനം എന്നാണ് 1938. അപ്പോൾ ജനനം എന്നാണ് 1923 ഒക്ടോബർ 20. മരണം 2025 ജൂലൈ 21. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ CPI അംഗത്വം. അപ്പോൾ CPIയിൽ അംഗത്വം എന്നാണ് 1940. 1946 പുന്നപ്ര വയലാർ സമരത്തിൽ സജീവ പങ്കാളിത്തം. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിളർന്നപ്പോൾ CPM രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള 7 സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് വി.എസ്. അച്യുതാനന്ദൻ എന്നാണ്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിളർന്ന് CPM രൂപീകരിച്ച കേരളത്തിൽ നിന്നുള്ള 7 സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് വി.എസ്. അച്യുതാനന്ദൻ. അപ്പോൾ ജനനം എന്നാണ് 1923 ഒക്ടോബർ 20. മരണം 2025 ജൂലൈ 21. സ്റ്റേറ്റ് കോൺഗ്രസ് അംഗമായത് 38. 40 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ അംഗത്വം എടുത്തു. 1946 പുന്നപ്ര വയലാർ സമരത്തിൽ സജീവ പങ്കാളിത്തം. 64 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്താണ് CPM രൂപീകരിക്കാൻ കേരളത്തിൽ നിന്നുള്ള 7 സ്ഥാപക നേതാക്കളിൽ ഒരാൾ. 1967 ആദ്യമായി കേരള നിയമസഭയിലേക്ക് ആലപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ കേരള നിയമസഭയിലേക്ക് ആലപ്പുഴയിൽ നിന്ന് തിരഞ്ഞെടുത്തത് എന്നാണ് 1967. അടുത്ത 1975-77 അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു എന്നാണ്. 1975-77 അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു എന്നാണ് 1975-77. അതേപോലെ തന്നെ 1980, 82, 87, 91, 96, 2001, 2006, 2011, 2016 വിവിധ നിയമസഭ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചത്. അപ്പോൾ 1996 മാരാരികുളത്ത് പരാജയപ്പെട്ടു. ഇപ്പോൾ 2006, 2011 കേരള മുഖ്യമന്ത്രിയായി. 2016, 2021 ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ. 4ാമത് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാണ് 2016-21 വരെ. ആത്മകഥ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരങ്ങൾ എന്ന് വെച്ചാൽ അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ. പാരിസ്ഥിതിക വിഷയങ്ങളെക്കുറിച്ചുള്ള സമാഹാരമാണ് പരിസ്ഥിതിയും വികസനം. വിഷയങ്ങളെക്കുറിച്ചുള്ള സമാഹാരമാണ് പരിസ്ഥിതിയും വികസനവും. പ്രസംഗങ്ങളുടെ ലേഖനങ്ങളുടെയും സമാഹാരം. ഇടപെടലുകൾക്ക് അവസാനമില്ല. പ്രസംഗങ്ങളുടെ ലേഖനങ്ങളുടെയും സമാഹാരം ഏതാണ്? ഇടപെടലുകൾക്ക് അവസാനമില്ല. പാരിസ്ഥിതിക വിഷയങ്ങളെക്കുറിച്ചുള്ള സമാഹാരമാണ് പരിസ്ഥിതിയും വികസനവും. പ്രതിപക്ഷ നേതാവായി ഇരുന്നിട്ടുള്ളത് 1992-96 അതേപോലെ 2001-2006, 2011, 2016 വരെ. 1992 മുതൽ 96 വരെയും, 2001 മുതൽ 2006 വരെയും, 2011 മുതൽ 2016 വരെയും. അദ്ദേഹം അഭിനയിച്ച സിനിമ എന്ന് പറയുന്നത് ക്യാമ്പസ് ഡയറിയാണ്. വി.എസ്. അച്യുതാനന്ദനെ കുറിച്ചുള്ള പ്രധാന ജീവചരിത്രം എന്ന് പറയുന്നത് ഒരു സമര നൂറ്റാണ്ടാണ്. അത് രചിച്ചത് KV സുധാകരൻ ആണ്. മരണം 2025 ജൂലൈ 21, 101 വയസ്സിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്നാണ് 1975-77 അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത. 80, 82, 87, 91, 96, 2001, 2006, 2011, 2016 വിവിധ നിയമസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. 1996 മാരാരികുളത്ത് പരാജയപ്പെട്ടു. 2006, 2011 കേരള മുഖ്യമന്ത്രിയായത്. 2016, 2021 ഭരണപരിഷ്കരണ കമ്മീഷനിലെ 4ാമത്തെ ചെയർമാനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം. എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരം അയ്യങ്കാളി മുതൽ
പശ്ചിമഘട്ടം വരെ പാരിസ്ഥിതിക വിഷയങ്ങളെക്കുറിച്ചുള്ള സമാഹാരമാണ് പരിസ്ഥിതിയും വികസനവും. പ്രസംഗങ്ങളുടെയും ലേഖനങ്ങളുടെയും സമാഹാരമാണ് ഇടപെടലുകൾക്ക് അവസാനമില്ല. പ്രതിപക്ഷ നേതാവായിരുന്നത് 92 മുതൽ 96 വരെ. 2001, 2006, 2011, 2016 അഭിനയിച്ച സിനിമ ക്യാമ്പസ് ഡയറി. വി.എസ്. അച്യുതാനന്ദനെക്കുറിച്ചുള്ള പ്രധാന ജീവചരിത്രവും പഠനവും എന്ന് വെച്ചാൽ ഒരു സമര നൂറ്റാണ്ട് രചിച്ചത് കെ.വി. സുധാകരനാണ്. മരണം 2025 ജൂലൈ 21, 101 വയസ്സിൽ.